കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ പ്രദേശവാസി കൊല്ലപ്പെട്ട സംഭവത്തിൽ തുടർ പ്രതികരണങ്ങൾ പുറത്തുവന്നുകൊണ്ടേയിരിക്കുന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. CPM-നെ കടന്നാക്രമിച്ച് കെ സുധാകരൻ അല്പസമയം മുൻപ് രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ വിവരം കെട്ടവൻ എന്നാണ് KPCC അധ്യക്ഷൻ വിശേഷിപ്പിച്ചത്. എങ്കിലും വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത്, യുവാവല്ലല്ലോ എന്ന സുധാകരന്റെ ആദ്യ പ്രതികരണം വിവാദമാവുകയും ചെയ്തിരുന്നു. പിന്നാലെയുള്ള പ്രതികരണത്തിലും സുധാകരൻ ആരോപണം ആവർത്തിക്കുന്നതും കണ്ടു. മേഖലയിൽ ബോംബ് നിർമ്മാണം സ്ഥിരമായി നടക്കാറുണ്ട് എന്ന പ്രദേശവാസിയുടെ മറ്റൊരു വെളിപ്പെടുത്തലിൽ CPM കൂടുതൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെയുള്ള ആരോപണം എന്നാണ് CPM-ന്റെ ഭാഷ്യം. ഇനി ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് അടിയന്തരമായ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അനധികൃത നിർമ്മാണം തടയാനുള്ള മുൻ ഉത്തരവുകൾ പാലിക്കാത്തതിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നു എന്ന വാർത്തയും ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. ഇതുൾപ്പെടെ ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചത് തുടങ്ങുകയാണ്. ഞാൻ പ്രജിൻസി കണ്ണൻ. ആദ്യ വാർത്തയിലേക്ക്. കണ്ണൂർ എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ CPIM-നെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി ഇന്ന് രംഗത്തെത്തി. മേഖലയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന പ്രതികരിച്ചു. ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തതെന്നും യുവതി വെളിപ്പെടുത്തി. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കണ്ടായിരുന്നു. ഒരു ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പലരും പേടിച്ചിട്ടാണ് പറയുന്നത്. കാരണം ഇവരുടെ വീടുകളിൽ ബോംബെറിയും, ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എരഞ്ഞോളി സ്ഫോടനത്തിൽ നിയമസഭയിൽ ഇന്ന് ഭരണപ്രതിപക്ഷ വാക്പോരുമരങ്ങേറി. പാർട്ടി ചിഹ്നം നഷ്ടപ്പെട്ടാൽ CPM-ന് ചിഹ്നം ബോംബാക്കാം എന്ന് കോൺഗ്രസ് MLA സണ്ണി ജോസഫ് പരിഹസിച്ചു. ഗ്രൂപ്പ് പോരിന് വരെ CPIM ബോംബ് ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. പോലീസിന് ഭയമാണ് സർ. പോലീസിന് അങ്ങ് പറഞ്ഞല്ലോ, റെയ്ഡ് നടത്തും, പിടിക്കും. എവിടെ റെയ്ഡ് നടത്തി? എവിടെ വാഹന പരിശോധന നടത്തി? അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ. ഇപ്പോ പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ, എഴുതി വെക്കാൻ പറഞ്ഞൊരു ബോർഡ്, ചില വീടിന്റെ മുമ്പിൽ പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട്, സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ, ഇല്ലെങ്കിൽ പാവങ്ങൾ മരിക്കും. അതേസമയം ബോംബ് നിർമ്മാണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ബോംബ് നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർച്ച ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുന്നതാണ്. ആ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊടക്കുളം സ്വദേശി വേലായുധന്റെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. ഈ സ്ഫോടനത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലായി പോലീസിന്റെ തെരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട്. അതിപ്പോൾ തുടരുന്നുമുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. സജോ, ഈ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനം, അതിൽ ഒരു പ്രദേശവാസി കൊല്ലപ്പെടുന്ന സംഭവം, അത് സഭയിലും ഇന്ന് വലിയ വിഷയമായി വലിയ വാക്പോര് അവിടെ നടന്നു. തുടർ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു പ്രദേശവാസി പ്രതികരിച്ചു. രൂക്ഷമായ ഭാഷയിൽ പാർട്ടിക്കെതിരെ വെളിപ്പെടുത്തലുമായി ആ യുവതി രംഗത്ത് വന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് അല്പസമയം മുൻപ് വന്ന KPCC അധ്യക്ഷന്റെ പ്രതികരണമാണ്. ചില വിവാദ പരാമർശങ്ങൾ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചപ്പോൾ CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും കടന്നാക്രമിച്ചായിരുന്നു സുധാകരൻ സംസാരിച്ചത്. എന്തായിരുന്നു KPCC അധ്യക്ഷന്റെ ഈ വിഷയത്തിലെ പ്രതികരണം? അതിന്റെ രത്നച്ചുരുക്കം എന്താണ്? ഒപ്പം തന്നെ കണ്ണൂരിൽ പ്രത്യേകിച്ചും അവിടുത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം യുവതിയുടെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു? പ്രജിൻ, കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകുന്നു. ആദ്യത്തെ സംഭവമല്ല ഇത്. ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ചോരക്കൊതിക്ക് ഇരകളാകുന്ന നിരപരാധികളുടെ എണ്ണം ഓരോ ദിവസവും അങ്ങനെ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. നിരവധി പേർ, അതായത് ആരെയോ ലക്ഷ്യമിട്ട് ആരൊക്കെയോ നിർമ്മിച്ച ബോംബുകൾ നിരപരാധികൾ ഇരകളാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു സാഹചര്യം എന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ, ഒന്നും അറിയാത്ത കുറേ നിരപരാധികൾ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് പുറമെ ഇരകളാകുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം.
സ്വാഭാവികമായും CPIM വിമർശനത്തിൻ്റെ കൂരമ്പേൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ പ്രദേശവാസിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ CPMനെതിരാണ്. അവിടെ ബോംബ് നിർമ്മാണം നടക്കുന്നു, അവർക്ക് CPIM സംരക്ഷണം ലഭിക്കുന്നു, ബോംബുകൾ കണ്ടെടുക്കുമ്പോൾ അത് ഒളിപ്പിക്കാനും മാറ്റാനും പോലീസിനെ അറിയിക്കാതെ അവ നീക്കം ചെയ്യാനും ഒക്കെ ശ്രമം നടക്കുന്നു. ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാത്തത്, സഹികെട്ടാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ആ യുവതി, ഈ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസിയായ യുവതിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ വിമർശനം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി. നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. ആ വിഷയത്തിന്മേലുള്ള ചർച്ച നടന്നു. അതിലും രൂക്ഷമായ പരിഹാസവും വിമർശനവും ഒക്കെ പ്രതിപക്ഷം ഉന്നയിച്ചു. KPCC അധ്യക്ഷനും ആദ്യം പരാമർശത്തിൽ ഒരു വിവാദ ഭാഗം ഉൾപ്പെട്ടിരുന്നു. അത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. കണ്ണൂരിൽ നിരവധി ചെറുപ്പക്കാർ ഇതിനകം ഇരകളായി, രക്തസാക്ഷികളായി, എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് മെച്ചമാണ് എന്ന് താൻ പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിനെ ദുരുദ്ദേശത്തോടു കൂടി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതോടൊപ്പം കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ അങ്ങനെ CPIMന്റെ കൊലപാതക രാഷ്ട്രീയം എന്ന് തന്നെ നേരിട്ട് CPIMനെ കടന്നാക്രമിക്കുകയാണ് KPCC അധ്യക്ഷൻ. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ DCC ഓഫീസിൽ ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ട് എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനാണ് മുഖ്യമന്ത്രിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആ പരാമർശം വിവരം കെട്ടതാണ്. ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ബോംബ് നിർമ്മിച്ചിട്ടില്ല, കോൺഗ്രസിന്റെ ബോംബ് കൊണ്ട് ആരും കൊല്ലപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു ആക്രമണത്തിന് കോൺഗ്രസ് മുതിർന്നിട്ടില്ല. പക്ഷേ ജില്ലയിൽ അങ്ങനെ നിരവധി അക്രമങ്ങൾ നടക്കുന്നു. ഇപ്പോഴും ആ അക്രമം അവസാനിക്കുന്നില്ല. ബോംബ് നിർമ്മിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള ക്രിമിനൽ ഗ്യാങ്ങുകൾക്കൊക്കെ വലിയ സംരക്ഷണം പാർട്ടിയാണ്, CPIM ആണ് നൽകുന്നത് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ വിമർശനം CPIMന് നേരെ തുറന്നുവിടുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ, അതായത് പല ബോംബ് കേസുകളും ഏറ്റവും ഒടുവിൽ അവസാനം ഒന്നുമില്ലാതെ അവസാനിക്കുകയാണ്. അതായത് ഇത്തരം കേസുകളിലൊക്കെ ഇതിൻ്റെ ഉറവിടം പോലീസിന് പലപ്പോഴും കണ്ടെത്താൻ കഴിയാതെ പോകുന്നുണ്ട്. ഈ കേസിൽ പോലും ഉറവിടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് വ്യാപക റെയ്ഡുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് റെയ്ഡുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്നും റെയ്ഡ് DIG നിർദ്ദേശപ്രകാരം റെയ്ഡ് ആരംഭിച്ചു. ആ റെയ്ഡ് തുടരുന്നുണ്ട്, നാളെയും തുടരുമെന്ന് വിശദീകരിക്കുന്നു. പക്ഷേ അപ്പോഴും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നുണ്ട് എന്നതാണ് ഒരു ഗുരുതര പ്രതിസന്ധി. എന്ന് മാത്രമുള്ള ഒരു രാഷ്ട്രീയ വിമർശനം ആരെങ്കിലും പുറത്തിറങ്ങി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റീൽ പാത്രമെന്നോ മറ്റോ കരുതി എടുക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോഴൊക്കെ ഇരകളാക്കപ്പെടാം. അതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ വിമർശനം എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിമർശനം എന്ന നിലയ്ക്ക്, യുദ്ധഭൂമിയിൽ മൈനുകൾ കുഴിച്ചിടുന്നതുപോലെ കണ്ണൂരിലെ പല സ്ഥലങ്ങളിലും ബോംബ് ഭയന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നടക്കമുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കണ്ണൂരിലെ ബോംബ് മുഖം നോക്കാൻ നടപടി ഉണ്ടാകുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, നേരത്തെ ഈ ബോംബ് നിർമ്മാണ സമയത്ത് കൊല്ലപ്പെട്ടവർക്ക് ഈ സ്മാരക മന്ദിരം പണിത ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു. അപ്പോൾ അന്വേഷണം ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത്? ഈ തെരച്ചിലൊക്കെ പലയിടങ്ങളിലെ നടക്കുന്നു എന്ന് പറയുന്നല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി പെട്ടെന്ന്. പ്രജിൻ, ഇപ്പോൾ ന്യൂമാഹി, കൂത്തുപറമ്പ്, തലശ്ശേരി, കതിരൂർ, ഒപ്പം ഈ എരഞ്ഞോളി, കൊടക്കളം ഉൾപ്പെടുന്ന മേഖലകളിലാണ് ആദ്യം പരിശോധന തുടങ്ങിയത്. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും പരിശോധന നടത്താനുള്ള നിർദ്ദേശം DIG നൽകിയിട്ടുണ്ട്. നേരത്തെ വിവിധയിടങ്ങളിൽ, അതായത് തിരഞ്ഞെടുപ്പ് കാലത്താണ് പാനൂർ മൂളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത്. വിവിധയിടങ്ങളിൽ പിന്നീട് ബോംബ് ശേഖരങ്ങൾ വ്യാപകമായി കണ്ടെത്തുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു. ആ റെയ്ഡ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ ബോംബിന്റെ ഉറവിടം കണ്ടെത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുന്നുണ്ട്. പക്ഷേ സമീപകാലത്ത് അവിടെ ചില സംഘർഷങ്ങൾ നടന്നിരുന്നു. ചില ക്രിമിനൽ ഗ്യാങ്ങുകൾ ഏറ്റുമുട്ടിയിരുന്നു. CPIM BJP പ്രവർത്തകരും തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ബോംബ് എറിയുന്നതിനടക്കം CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ, ഒപ്പം സംശയിക്കുന്ന കേന്ദ്രങ്ങൾ, ആളുകൾ എന്നിവരെ കണ്ടെത്തുക, ആളുകളെ ചോദ്യം ചെയ്യുക. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പലതും പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. അത് ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ വിശദമായ പരിശോധനയിലേക്ക്, അതിന്റെ ഉറവിടം കണ്ടെത്തുന്നതടക്കമുള്ള വിശദമായ അന്വേഷണം നടക്കും എന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതുവരെ അക്കാര്യത്തിലൊരു മെച്ചപ്പെട്ട ലീഡ് ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. പട്ടയത്തിന്റെ ആധികാരികത സ്പെഷ്യൽ ഓഫീസർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. മൂന്നാർ ഉൾപ്പെടെ 15 പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അനധികൃതമായി നിർമ്മാണം നടയാനുള്ള മുൻ ഉത്തരവുകൾ പാലിക്കാത്തതിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടുകയും ചെയ്തു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ ചെയ്തത്. വിഷ്ണു, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകാനുള്ള സാഹചര്യം? കോടതി എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു? ഒപ്പം തന്നെ മുൻ ഉത്തരവുകൾ അത് പാലിച്ചില്ല എന്ന് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സർക്കാരിനോട് കോടതി പറഞ്ഞിരിക്കുന്നത്?
പ്രജിൻ, മൂന്നാറിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനധികൃത പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അമിക്കസ് ക്യൂറി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഒരു സ്പെഷ്യൽ ഓഫീസറെ മൂന്നാറിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നതിനും അതോടൊപ്പം വ്യാജ പട്ടയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും നിയമിക്കണമെന്ന് ആ അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശമാണ് ഹൈക്കോടതി നിലവിൽ അംഗീകരിച്ചത്. അത് പ്രകാരം ജില്ലാ കളക്ടറോ അതല്ല എങ്കിൽ അതിന് മുകളിലുള്ള ഒരു റാങ്കിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനോ ഇത്തരത്തിൽ ഈ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കണം. അവരെ ഈ പ്രധാനമായും ഈ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിലായിരിക്കണം അവരെ നിയമിക്കേണ്ടത്. ഒപ്പം പോലീസും മൂന്നാറിലെ റവന്യൂ ഉദ്യോഗസ്ഥരും ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണം എന്നാണ് ഹൈക്കോടതി ഇന്ന് നൽകിയ നിർദ്ദേശം. മൂന്നാർ പോലെ ഇത്രയും മനോഹരമായ ഒരു പ്രദേശത്ത് ഈ അനധികൃത നിർമ്മാണം കൊണ്ട് അതിൻ്റെ മനോഹാരിത നശിപ്പിക്കാൻ ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിൽക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ട് അതിൽ മൗനം പാലിക്കുന്നു എന്നൊരു ചോദ്യം കോടതി ഉന്നയിച്ചു. ഈ കഴിഞ്ഞ നാളുകളിലായി ഈ മൂന്നാറുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണിക്കുമ്പോഴെല്ലാം കോടതി അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ നേരത്തെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ സർക്കാർ അപ്പീലിന് പോകാത്തത്? അത് ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റക്കാരെ സഹായിക്കാനാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനും അതോടൊപ്പം തന്നെ ഈ വ്യാജ പട്ടയങ്ങളുടെയും ഇനി പുതിയ പട്ടയങ്ങൾ നൽകാനുണ്ടെങ്കിൽ അതിൻ്റെയും സാധ്യതകളെല്ലാം ഈ സ്പെഷ്യൽ ഓഫീസർ പരിഗണിച്ച ശേഷം മാത്രമേ നൽകാനാകൂ എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. കേസ് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും. മുഹമ്മദ് മുസ്താഖും അതോടൊപ്പം എസ് മനുവും അധ്യക്ഷന്മാരായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ഹിൽ ഏരിയ കമ്മിറ്റി നേരത്തെ രൂപീകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായും ഈ മൂന്നാറുമായി ബന്ധപ്പെട്ടുള്ള കയ്യേറ്റങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടത് മന്ത്രിസഭ 2016 തന്നെ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാത്തത് എന്താണ് എന്ന് കോടതി ചോദിച്ചു. മൂന്നാറിലെ 15 പഞ്ചായത്തിൽ, ഇടുക്കിയിലെ ഒരു 15 പഞ്ചായത്തിലെങ്കിലും നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും കോടതി ഇന്ന് ഒരു നിരീക്ഷണമായി പറഞ്ഞിട്ടുണ്ട്. വാക്കാൽ പറഞ്ഞതാണ്. നേരത്തെ തന്നെ 8 വില്ലേജുകളിൽ നിർമ്മാണ നിരോധനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി അവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആവശ്യപ്രകാരം ഭൂപതിവ് ചട്ട ഭേദഗതി നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് ചട്ടമായിട്ടില്ല, നിയമം പാസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 15 പഞ്ചായത്തിൽ എങ്ങനെ നിർമ്മാണ നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണം ഉണ്ടാകും എന്നുള്ളത് സാങ്കേതികപരമായി ഒരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിൻ, ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ കയ്യേറ്റ ഭൂമി, അതിൽ പട്ടയ വിതരണം, അതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ അടിയന്തരമായി നിയമിക്കണമെന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. 3ാം ഘട്ട അലോട്ട്മെന്റും പൂർത്തിയായപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 32,410 വിദ്യാർത്ഥികളാണ് അവസരം കാത്തു നിൽക്കുന്നത്. +1 പ്രവേശനം ഈ മാസം 21-ന് പൂർത്തിയാവുന്നുണ്ട്. 24-ന് ക്ലാസ് ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത്. സാറേ, ഏറ്റവും 3ാം അലോട്ട്മെന്റ് ഇന്നലെ രാത്രി പ്രസിദ്ധീകരിച്ചു. മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21-ന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടും കണ്ണൂരും KSU കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ശരി, ഷഹദ് റഹ്മാനുണ്ട് മലപ്പുറത്ത് നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. ഷഹദ്, ഈ സീറ്റ് പ്രതിസന്ധി അത് കാലങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എപ്പോഴും ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32,410 വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്, ഒരു പ്രവേശനവും ലഭിക്കാതെ. അപ്പോൾ ശരിക്കും അവർക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് ചേരാൻ കഴിയാതെ സർക്കാർ പറയുന്ന മറ്റ് കോഴ്സുകളിലേക്ക്, +2 അല്ലാത്ത മറ്റു കോഴ്സുകളിലേക്ക് പോകേണ്ടി വരുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അത് തീർത്തും അവകാശ നിഷേധവുമാണ്. സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ കാണുന്ന ഒരു ഫോർമുല? എന്താണ് വിദ്യാർത്ഥികളും ഒപ്പം മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കളും നടത്തുന്ന പ്രതികരണം? പ്രജിൻ, ഇതിലൊരു ഫോർമുല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അടിയന്തരമായിട്ട് നടത്തേണ്ടത് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക എന്നുള്ളതാണ്.
പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അത്തരത്തിലൊരു കാര്യത്തിന് മുതിരുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഈ ഒരു കണക്കുകൾ പുറത്തു വന്ന തുടക്കം മുതൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച നിയമസഭയിലും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിൽ മാധ്യമങ്ങളിൽ വരുന്ന കണക്കുകളോ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളോ അത്ര വലിയ ഗൗരവമുള്ളതല്ല. മാത്രമല്ല ഈ ആരോപണങ്ങളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോടതിയിൽ വരെ ഈ വിഷയം കയറുന്ന ഒരു സാഹചര്യം കണ്ടു. ആ ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി, സർക്കാരിനെതിരെ പരാമർശങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇനി സീറ്റ് വർധനവില്ല എന്നുള്ളത്. പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ തന്നെ പ്രതിപക്ഷം ഒക്കെ വലിയ രീതിയിൽ ഇതിന്റെ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രി ഇതൊക്കെ പറയുമ്പോഴും കണക്കുകൾ നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇത് 3ാം ഘട്ട അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് പുറത്തു വന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം, അതായത് ഇനി ഉള്ളത് 32,410 വിദ്യാർത്ഥികളാണ് ഇനിയും അവസരം ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടിയ ജില്ലയാണ് മലപ്പുറം. അപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉപരിപഠനം നേടി എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ഇവിടെ ആവശ്യമാണ്. പക്ഷേ മതിയായിട്ടുള്ള സീറ്റുകൾ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഇപ്പോഴും അലോട്ട്മെന്റിൽ അവസരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മൾ ഇന്ന് പലപ്പോഴും പല വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പല വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവസരം നിഷേധിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് പലരും പിന്തിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട്. ഈ പ്രതിസന്ധി രൂക്ഷമാണ്. മലപ്പുറത്ത് മാത്രമല്ല, മലബാറിലൊട്ടാകെ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ്. ശരി ഷഹദ്, എന്നാലും ഈ മലപ്പുറത്ത് പ്രത്യേകിച്ച് 32,410 വിദ്യാർത്ഥികൾ അവരിനി എന്ത് ചെയ്യും എന്നൊരു ആശങ്കയുണ്ട്. ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും അവർക്ക് ഇടം കിട്ടുമോ +1 പ്രവേശനത്തിന് എന്നൊരു ചോദ്യമാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ അത്രയും മാത്രം സീറ്റുകൾ ഇനി ബാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പത്തനംതിട്ട കൊടുമണ്ണിൽ റോഡ് കയ്യേറ്റത്തെ ചൊല്ലി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാനെത്തിയ ജോർജ് ജോസഫിനെ പ്രവർത്തകർ തടഞ്ഞു. ഞാൻ ആരുടെയും ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായി അവരുടെ പേരിൽ നൽകിയേക്കാം. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഡ്രെയിനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല, PWDയുടെയാണ്. അവർക്ക് അതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിലും ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. ഒരു വഴി അളക്കണ്ട, പാർട്ടി ഓഫീസിന്റെ മുന്നിലെ വഴിയാക്കി അളക്കാനുള്ള അധികാരമില്ല. കോൺഗ്രസിന്റെ ഞങ്ങൾ കയ്യും കെട്ടി നിന്നു കൊടുക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്ന് അളക്കട്ടെ. ജോർജിക്ക് ആരധികാരം കൊടുത്തു ഇത് അളക്കാൻ? ജോർജിക്ക് ആരധികാരം കൊടുത്തു? വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇതിനകത്ത് പുതുവലുണ്ടെങ്കിൽ അവനെ അളക്കാം. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് വേണ്ടി സംസ്ഥാന പാതയോട് ചേർന്ന ഓടയുടെ ഗതി മാറ്റിയെന്ന വിവാദത്തെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ ഇന്ന് അരങ്ങേറിയത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചെയ്യുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇന്ന് കൊടുമണ്ണിൽ കണ്ടത് നാടകീയ സംഭവങ്ങളാണ്, നാടകീയ രംഗങ്ങളാണ്. അവിടെ ഇരുപക്ഷത്തായി നിന്നുകൊണ്ടുള്ള വാക്കേറ്റവും ഒക്കെ നമ്മൾ കണ്ടു. ഈ വെല്ലുവിളി സ്വീകരിച്ച് ജോർജ് ജോസഫ് രംഗത്തെത്തിയതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. എന്താണ് ഇരുപക്ഷത്തിന്റെയും വാദം? ഒപ്പം വിവാദം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചൂടുപിടിക്കുന്നത്? പ്രജിൻ, നാടകീയ സംഭവങ്ങളെന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാവുന്ന രാഷ്ട്രീയ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് പത്തനംതിട്ട കൊടുമണിൽ ഇന്ന് അരങ്ങേറിയത്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം, അതിനുവേണ്ടി ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാരോപിച്ച് കൈപ്പട്ടൂർ ഏഴംകുളം റോഡിന്റെ ആ ഓട നിർമ്മാണം CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരൻ ആദ്യം തടഞ്ഞിരുന്നു. തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിനുശേഷം ജോർജ് ജോസഫ് കോൺഗ്രസാണ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയിട്ടുള്ളത്, താൻ ഏതാണ്ട് 17 മീറ്റർ വീതി സ്ഥലം റോഡിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്, അതിൽ തന്റെ ഭൂമിയിൽ മാത്രമാണ് താൻ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായ രീതിയിൽ ജോർജ് ജോസഫ് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് പരാതിയായി. ഇന്നെന്തായാലും ലാൻഡ് റവന്യൂ തഹസിൽദാർ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മേഖലയിൽ ഒരളവിനായി എത്തിയിരുന്നു. മറ്റൊരു മേഖലയിൽ അളവ് നടക്കുന്നതിനിടെയാണ് രാവിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള അജികുമാർ രണ്ടാംകുറ്റി വലിയൊരു വെല്ലുവിളി നടത്തുന്നത്. ജോർജ് ജോസഫിന്റെ സ്ഥലം പുറമ്പോക്ക് ഭൂമിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പുറമ്പോക്ക് ഭൂമിയിലല്ല, അങ്ങനെ പുറമ്പോക്ക് ഭൂമിയിലാണ് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നായിരുന്നു അജികുമാർ രണ്ടാംകുറ്റിയുടെ
ഒരു വെല്ലുവിളി. എന്തായാലും മാധ്യമങ്ങൾ ഇത് വാർത്ത നൽകിയതോടുകൂടി ജോർജ് ജോസഫ്, മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് അവിടേക്ക് എത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലം കൃത്യമായ രീതിയിൽ അളന്ന് മാർക്ക് ചെയ്ത് മാധ്യമങ്ങളെ കാണിക്കുകയായിരുന്നു. അത് 17 സെന്റും തെക്ക് ഭാഗത്ത് 17 മീറ്ററും തെക്ക് ഭാഗത്ത് 15 മീറ്ററുമായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത കോൺഗ്രസ് ഓഫീസിന്റെ മേഖലയിലേക്ക് അവിടെ ആ റോഡ്, അതിന് മുന്നിലെ റോഡ് അളക്കാൻ അദ്ദേഹം എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജോർജ് ജോസഫിനെ തടയുകയായിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരാണ് അളക്കേണ്ടത്, ജോർജ് ജോസഫിന് റോഡ് അളക്കാൻ അധികാരമില്ല, കോൺഗ്രസ് ഓഫീസ് താൻ അളന്നിട്ടില്ല, അതിന് മുൻവശത്തെ റോഡാണ്, അതൊരു പൊതുജനമാണ്, മാധ്യമങ്ങൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത തനിക്കുണ്ട് എന്ന് പറഞ്ഞ് ജോർജ് ജോസഫ് തിരിച്ചടിച്ചു. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ കുറച്ചു നിന്നു. ആ അളക്കാൻ വന്ന ആളുകളെ പൂർണ്ണമായി അവിടെ നിന്ന് തള്ളി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷവും രാഷ്ട്രീയ വിവാദങ്ങൾ അടങ്ങുന്നില്ല. കോൺഗ്രസ് ഈ വിഷയത്തിൽ ജനകീയ സമരം നടത്തുമെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ ആ മേഖലയിൽ 15.4 മാത്രമാണ്, 23 മീറ്ററോളം വീതി വേണ്ട സ്ഥലത്ത് കൃത്യമായ രീതിയിൽ 15.4 മാത്രമാണ് ജോർജ് ജോസഫ് കൊണ്ടുവന്ന ടേപ്പിൽ അളന്ന് തിട്ടപ്പെടുത്തിയപ്പോൾ കാണിച്ചത് എന്നതും കാണാതെ. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ് വലിയ തോതിൽ. അടുത്ത ദിവസം പത്തനംതിട്ടയിൽ ശ്രീകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം എന്ന സംശയം, 8 പേർ മരിച്ചു, 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വ്യാജമദ്യം വിറ്റ് 2 പേർ അറസ്റ്റിൽ. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. മനീഷ്, എന്താണ് സംഭവം? വിവരങ്ങൾ എന്തൊക്കെ? പ്രജൻ, ഇന്ന് രാവിലെയാണ് 2 പേരെ, അത് കാരുണ്യപുരം സ്വദേശികളായിട്ടുള്ള പ്രവീൺ, സുരേഷ്, ഇവർ ബന്ധുക്കളാണ്, ഇവരെ അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ മരണം സംഭവിച്ചു. അതിനുശേഷം മറ്റു 2 പേർ, ശേഖർ, ജഗദീശൻ, ഇവരെല്ലാവരും തന്നെ കാരുണ്യപുരം സ്വദേശികളാണ്. ഇവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കും. അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവരുടെ മരണവും സ്ഥിരീകരിക്കുന്നു. തുടർന്നാണ് ഇത് ഒരേ പ്രദേശത്തുള്ള 4 പേരുടെ മരണമാണ് ഈ വ്യാജമദ്യ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇത് ഇനിയും അംഗീകരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൃത്യമായ അർത്ഥത്തിലുള്ള കാരണം പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അല്പസമയം മുമ്പാണ് ബാക്കി 4 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇവിടെയുള്ള 40-ലധികം വരുന്ന ആളുകൾ വിവിധ ആശുപത്രികളിൽ, അതായത് വിഴിപ്പുരം, സേലം, കള്ളാക്കുറിച്ചി, അതുപോലെ തന്നെ പുതുച്ചേരിയിലെ ജിപ്മർ, അങ്ങനെ വിവിധ ആശുപത്രികളായി ചികിത്സയിലുണ്ട്. അല്പസമയം മുമ്പ് വിഴിപ്പുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായ മണികണ്ഠന്റെ മരണം സ്ഥിരീകരിക്കുന്നു. അത് മാത്രമല്ല ജിപ്മർ ആശുപത്രി, പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിലുള്ള 3 പേർ, സ്ത്രീ ഉൾപ്പെടെ 3 പേരുടെ മരണം കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൃഷ്ണമൂർത്തി, മണി, ഇന്ദിര എന്നിങ്ങനെ 3 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ജിപ്മർ ആശുപത്രിയിൽ പുതുച്ചേരിയിലുള്ളത് 14 പേരെയായിരുന്നു അവിടെ പ്രവേശിപ്പിച്ചിരുന്നതിൽ 11 പേരുടെ, ബാക്കിയുള്ള 11 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.